മുജാഹിദുകള് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുമോ? ജിന്നിനോട് സഹായം തേടാമെന്ന് പറയോ? ഇല്ല. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനൊരു വാദമില്ല. പക്ഷേ എന്നിട്ടും നാടൊട്ടുക്കും ഇവര് പറഞ്ഞു നടന്നു, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നുകളോട് സഹായം തേടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന്. ജിന്നുകളോട് സഹായം തേടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ചിലരെങ്കിലും അത് വിശ്വസിച്ചു. ഈ ഉള്ളവന്റെ അനുഭവം, ഈ വ്യക്തിപരമായ അനുഭവം കേരളത്തിന്റെ പല കോണുകളിലും ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ പലരും ചോദിച്ചു, അല്ല ജിന്നിനോട് സഹായം തേടാമോ? ജിന്നിനോട് സഹായം തേടാമോ? എന്താ നിങ്ങളുടെ വാദം? വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതിക്കൊടുത്ത് പറഞ്ഞു പാടില്ല. അല്ലല്ലോ, അങ്ങനല്ലല്ലോ നിങ്ങളെ കുറിച്ച് കേട്ടത്. ഞങ്ങളെ കുറിച്ച് ഞങ്ങളല്ലേ പറയേണ്ടത്, നിങ്ങളാണോ? ഞങ്ങളെക്കുറിച്ച് ഞങ്ങളല്ലേ പറയേണ്ടത്? നിങ്ങൾ കേട്ടു നോക്കൂ. പയ്യന്നൂര് വെച്ചുകൊണ്ട് പരസ്യമായി നടത്തിയ മുഖാമുഖം, ആ മുഖാമുഖത്തിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ എവിടെ നിന്ന് ആൾ വന്നതറിയോ? തിരുവനന്തപുരത്ത് നിന്ന്. എവിടെയാ മുഖാമുഖം? പയ്യന്നൂര്. പയ്യന്നൂർ എവിടെ? കണ്ണൂരാണ് അല്ലേ? ആ പയ്യന്നൂര് വെച്ചുകൊണ്ട് നടന്ന മുഖാമുഖത്തിന്റെ സീഡി ഇത് നിങ്ങൾക്ക് കിട്ടും. അവിടെ ജിന്നിനോട് സഹായം തേടാമോ എന്ന് ചോദ്യം ചോദിക്കാൻ വന്ന ആൾ എവിടുന്ന വണ്ടി കയറിയത്? തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി ചോദ്യം ചോദിച്ചു. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. ഈ അടുത്ത സമയത്ത് ബഹ്റൈനിൽ മുഖാമുഖം നടന്നു. അവിടെയും ഒരാൾ വന്നു. അവിടെ വന്നത് മടവൂരിയല്ല, ഇവിടെ മടവൂരിയാ വന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. അവിടെ വന്നത് ഒരു കുബൂരിയാണ്. അയാളും ചോദിച്ചല്ല ജിന്നുകളോട് സഹായം തേടാമോ? മറുപടി പറഞ്ഞു കൊടുത്തു. അതിന്റെ സീഡി നിങ്ങൾക്ക് കിട്ടും, മുഖാമുഖത്തിന്റെ സീഡി. ഈ രൂപത്തിൽ വളരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ആദർശം സ്വീകരിച്ചു. അപ്പോഴും മടവൂരികള് പഴയ പല്ലവി തന്നെ, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്.